നിങ്ങളൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഓഫ് റോഡ് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവരാണോ? എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സുവർണ അവസരം ഒരുക്കുകയാണ് 4x4 ഡേയ്സ് മോട്ടറിംഗ് അഡ്വഞ്ചറസ് ക്ലബ്ബ്. ഓഫ് റോഡ് ഡ്രൈവിംഗ് കണ്ട് ത്രില്ലടിച്ചിട്ടില്ലാത്തവർ ഉണ്ടാകില്ല. എന്നാൽ അതിൻ്റെ ത്രില്ല് നേരിട്ടൊന്ന് അനുഭവിക്കുന്നത് പലർക്കും ഒരു സ്വപ്നം മാത്രവും. അത്തരം വാഹനപ്രേമികൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. തിരുവനന്തപുരത്ത് ഓഫ് റോഡ് ഡ്രൈവിംഗ് പരിശീലനത്തിനും ഡ്രൈവിംഗ് അനുഭവത്തിനുമായി ഒരിടം തുറന്നിരിക്കുന്നു, അതും നെടുമങ്ങാട്. ഇതിനുള്ള അവസരം ഒരുക്കുന്നതാകട്ടെ 4x4 ഡേ അഡ്വഞ്ചർ ക്ലബ്ബും. ഈ മാസം 10-11 തീയതികളിൽ നെടുമങ്ങാട് തോട്ടുപുറത്തുള്ള ഓഫ് റോഡ് ട്രാക്കിൽ തെക്കൻ കേരളത്തിൽ തന്നെ ആദ്യത്തെ ഓഫ് റോഡ് ഡ്രൈവിംഗ് മത്സരം സംഘടിപ്പിക്കുകയാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മത്സരിക്കാം. വാഹനപ്രേമികൾക്ക് നല്ലൊരു കാഴ്ച വിരുന്നാകും ഈ ഓഫ് റോഡ് മത്സരങ്ങൾ. 4x4 ഡേയ്സ് ഓഫ് റോഡിംഗ് ക്ലബ്ബ്, മോട്ടോറിംഗ് അഡ്വഞ്ചേഴ്സ് ക്ലബ്ബ് ഇത് ആരംഭിച്ചതിന് ശേഷം ഞങ്ങൾ നടത്തുന്ന ആദ്യത്തെ ഓൾ കേരള കോമ്പറ്റീഷൻ ഈവൻ്റാണ് ഈ വരുന്ന മെയ് 10-11 ദിവസങ്ങളിൽ ഈ തോട്ടംപുറം 4x4 ട്രാക്സ് നെടുമങ്ങാട് നടക്കാൻ പോകുന്നത്. ഇത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ആദ്യമായിട്ട് ആണ് ഒരു കോമ്പറ്റീഷൻ ഇവൻ്റ് നടക്കുന്നത്. മുമ്പ് ചെറിയ ചെറിയ ഫൺ ഡ്രൈവ് പോലുള്ള ഇവൻറ്റുകൾ മാത്രമേ തിരുവനന്തപുരം ജില്ലയിൽ നടന്നതായിട്ട് അറിവുള്ളൂ. പക്ഷേ ആദ്യമായിട്ടൊരു പ്രൊഫഷണൽ കോമ്പറ്റീഷൻ ഇവൻറ്റ്, അതായത് കേരളത്തിനകത്ത് അങ്ങേയറ്റം എല്ലാ ക്ലബ്ബുകളിൽ നിന്ന്, കേരളത്തിൽ ഏതാണ്ട് 56-57ഓളം ഓഫ് റോഡ് ക്ലബ്ബുകളുണ്ട്. ഈ ക്ലബ്ബുകളിൽ നിന്നൊക്കെയുള്ള എക്സ്പേർട്ട് ഡ്രൈവേഴ്സ് വന്ന് അവരുടെ ഒരു സ്കിൽ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്ന ഒരു കോമ്പറ്റീഷൻ ഇവൻ്റാണ് ഈ 2 ദിവസങ്ങളിൽ ഇവിടെ നടക്കാൻ പോകുന്നത്. പിന്നെ ഇതൊരു കോമ്പറ്റീഷൻ ഈവൻ്റ് എന്നതിലുപരി ഇതൊരു ഡിസ്പ്ലേ ഓഫ് പാഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു മോട്ടോർ സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് പ്രൈമറിലി ഈ ഒരു ഈവൻ്റ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇതിനകത്ത് ബിഗിനേഴ്സ് മുതൽ എക്സ്പേർട്സ് വരെയുള്ള ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിനകത്തുനിന്നുള്ളവരും കേരളത്തിന് പുറത്ത്, ഈവൻ ചെന്നൈ, കർണാടക അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരെ ഇപ്പോൾ ഈ ഇവൻറ്റിന് വേണ്ടി ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ഇതൊരു വളരെ നല്ല ഒരു ഇവൻ്റ് ആയിരിക്കും. ഞങ്ങൾ ഏതാണ്ടൊരു 50-60ഓളം എൻട്രീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 30-40 എൻട്രീസ് നമുക്കിപ്പോൾ ഫില്ലായി കഴിഞ്ഞു. നമ്മുടെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 60 എൻട്രീസോളം നമുക്കൊരു 2 ദിവസം കൊണ്ട് ഇവിടെ റൺ ചെയ്യാൻ പറ്റും കോമ്പറ്റീഷനിൽ. അതിൽ ഓൾമോസ്റ്റ് ഒരു 40 ഫില്ലായി. ഇനിയും ഒരു 20 സ്ലോട്ട്സോളം അവൈലബിൾ ആണ്. അത് നമ്മൾ കൂടുതലും ഇതുമായിട്ടുള്ള എൻതൂസിയാസ്, അതായത് ഞങ്ങൾ 3 കാറ്റഗറി, ബിഗിനേഴ്സ്, ഇൻ്റർമീഡിയറ്റ്, എക്സ്പേർട്സ്, ഈ എല്ലാ കാറ്റഗറി റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ ഒരു ബിഗിനേഴ്സും ഇൻ്റർമീഡിയറ്റ്സിനെയൊക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവരാനും അവരുടെ ആ ഒരു സ്കിൽ എനർജി ചെയ്യാനൊക്കെ ഉള്ളൊരു പ്ലാനാണ് ഇതിനകത്തുള്ളത്. ജീപ്പിനെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുടെ ഒരു കൂട്ടായ്മ 4x4 ഡേയ്സ് മോട്ടറിംഗ് അഡ്വഞ്ചേഴ്സ് ക്ലബ്ബ് എന്നുള്ളൊരു ക്ലബ്ബായിട്ട് എങ്ങനെ രൂപീകരിക്കപ്പെട്ടു എന്നതിൻ്റെ പിന്നിലൊരു ഹിസ്റ്ററി ഉണ്ട്. അതിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. കങ്ഫുവും ജീപ്പും തമ്മിൽ എന്താണ് കണക്ഷൻ എന്ന് ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു. അതിനെക്കുറിച്ച് 2 വാക്ക് പറയാനുണ്ട്. അതായത് ഒരു ബ്രൂസ്ലി എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് നമ്മളെല്ലാം കേട്ട് കാണും. മാർഷ്യൽ ആർട്സ്, ഒരു ചൈനീസ് മാർഷ്യൽ ആർട്സ് ആയ കങ്ഫു ലോകപ്രശസ്തനാക്കിയ ഒരു വ്യക്തിയാണ് ബ്രൂസ്ലി. അപ്പോൾ ഈ കങ്ഫു എന്ന് പറയുന്നത് ഒരു അടിയുണ്ടാക്കാനോ യുദ്ധത്തിന് പോകാനോ ആളുകളെ ഉപദ്രവിക്കാനോ വീക്കായിട്ടുള്ളവരെ ശല്യപ്പെടുത്താനോ ഉള്ള ഒരു ആർട്ട് ഫോം അല്ല. നേരെ മറിച്ച് സെൽഫ് ഡിഫെൻസിന് വേണ്ടിയാണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തതും പഠിപ്പിച്ചതും. ഒരു മെഡിറ്റേഷൻ പോലെ, അല്ല ഒരു യോഗ പോലെ മനസ്സിനെ ശാന്തനാക്കി ഒരു വ്യക്തിക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കി, ഒരു ധൈര്യമുണ്ടാക്കി, ജീവിതത്തിലെ എന്ത് പ്രതിസന്ധിയും എളുപ്പം തരണം ചെയ്യാൻ ഉതകുന്ന രീതിയിൽ ഒരു വ്യക്തിയെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ് ഈ ആയോധന മുറയ്ക്കുണ്ട് എന്ന് ലോകം മനസ്സിലാക്കിയത് ബ്രൂസ്ലി വഴിയാണ്. അതുപോലെ ഈ ജീപ്പ് എന്ന് പറഞ്ഞൊരു വെഹിക്കിൾ ആദ്യം കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും തോന്നുന്നത് വളരെ ശക്തി കൂടിയ, പവർഫുള്ളായിട്ടുള്ള, കണ്ടാൽ ചിലർക്കും പേടി തോന്നുന്ന ഒരു വാഹനമാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഏതാണ്ട് 1940s വേൾഡ് വാറിൻ്റെ ഒക്കെ സമയത്ത്, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് അമേരിക്കയ്ക്ക് യുദ്ധത്തിൽ അവർ മനസ്സിലാക്കിയത് ഒരു വാഹനം വേണം. അതായത് എക്യുപ്മെൻറ്റ്സ്, അവരുടെ ആയുധങ്ങൾ, അവരുടെ പോരാളികൾ കാട്ടിലും മലയിലും
പുഴയിലും ഒക്കെ ഓടി നടന്ന് കാടിലൊക്കെ നടക്കുമ്പോൾ അവരുടെ എക്യുപ്മെൻറ്റ്സ് ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാനായിട്ട് മേളിൽ നിന്ന് ഹെലികോപ്റ്ററിലൊക്കെ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്തിക്കാനായിട്ട് ഒരു വാഹനം വേണം. അതിനൊരു ജനറൽ പർപ്പസ് ഏത് ടെറൈനിൽ കൂടെ പോകാൻ പറ്റുന്ന ഒരു വാഹനം ഉണ്ടാക്കണം എന്നവർ മനസ്സിലാക്കി. 3 കമ്പനികൾ മുന്നോട്ട് വന്നു, ഫോർഡ് ഇൻക്ലൂഡിങ് ഫോർഡ് ആൻഡ് വില്ലിസ്. അങ്ങനെ ഉണ്ടായ ഒരു ജനറൽ പർപ്പസ് GP എന്ന് പറഞ്ഞൊരു വാഹനമാണ് ജീപ്പായി മാറിയത്. അതിൻ്റെ വെർസറ്റൈലിറ്റി, വ്യത്യസ്തത എന്താണ്? ഇറ്റ് ബ്രിങ്സ് ഫ്രീഡം, ഇറ്റ് ഗിവ്സ് ഫ്രീഡം. അതായത് അത് ഓടിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്നു, മനസ്സിന് ശാന്തത ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുന്നു, ആത്മധൈര്യം ഉണ്ടാക്കുന്നു. എങ്ങനെ ഉണ്ടാക്കുന്നു? ഏത് പുൽമേടിൽ കൂടെയോ കുളത്തിൽ കൂടെയോ പുഴയിൽ കൂടെയോ അരുവികളിൽ കൂടെയോ മണ്ണിൽ കൂടെയോ കാട്ടിൽ കൂടെയോ പാറയുടെ പുറത്തുകൂടെയോ നമുക്ക് നിഷ്പ്രയാസം 4x4 എന്ന ടെക്നോളജി അല്ലെങ്കിൽ മെക്കാനിസം ഉപയോഗിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഓടിക്കാൻ പറ്റും. അതൊരു ആർട്ട് ഫോമാണ്, കങ്ഫു പോലെ. അതിനെ പഠിച്ച് അതിൻ്റെ ആക്ച്വലി ഉള്ള മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന ശാന്തത, അതുണ്ടാക്കുന്ന ഒരു മെഡിറ്റേഷണൽ ക്വാളിറ്റി മനസ്സിലാക്കാൻ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ക്ലബ്ബ് കൊണ്ട് ഞങ്ങൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ഉല്ലാസ യാത്രകൾക്കും ഫാമിലിയായിട്ടും കുടുംബമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും കാടുകൾ പോലുള്ള സ്ഥലങ്ങൾ, സാധാരണ വാഹനങ്ങളിൽ പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അപ്രോച്ച് ചെയ്യാനും പോകാനും പ്രകൃതിയുമായിട്ട് അടുത്ത് ഇടപഴകാനും ഒക്കെ ഈ വാഹനം നമ്മളെ സഹായിക്കുന്നു. സ്വന്തമായിട്ട് ഞങ്ങളൊരു ക്ലബ്ബ് മോട്ടറിംഗ് അഡ്വഞ്ചേഴ്സ് 4x4 ഡേയ്സ് മോട്ടറിംഗ് അഡ്വഞ്ചേഴ്സ് ക്ലബ്ബ് ഫോം ചെയ്ത് കഴിഞ്ഞ് ഒരു ട്രാക്ക് ഉണ്ടാക്കി ഈ ടെക്നോളജി ബാക്കിയുള്ളവരെ, സമൂഹത്തിലുള്ള യങ്സ്റ്റേഴ്സിനെയും സ്ത്രീകളെയും ഒക്കെ പഠിപ്പിക്കാനായിട്ട് ഒരു ട്രാക്ക് ഉണ്ടാക്കി, ഒരു കോഴ്സ് പോലെ ആളുകൾക്ക് അതിൽ ജോയിൻ ചെയ്ത് അത് പഠിക്കാൻ പറ്റും. ഇന്ന് അതിലേക്കാണ് ഞങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ 10-15 വർഷത്തോളം ജീപ്പിനെ സ്നേഹിച്ച് ജീപ്പുമായിട്ട് എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ ഒരുമിച്ച് കൂടി ഉണ്ടാക്കിയ ഒരു ക്ലബ്ബാണിന്ന് 4x4 ഡേയ്സ് മോട്ടറിംഗ് അഡ്വഞ്ചേഴ്സ് ക്ലബ്ബ്.